ഒരിക്കലും രാഹുൽ ദ്രാവിഡിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ വിജയം അയാളെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നു. തനിക്ക് വേണ്ടിയോ രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയോ അല്ല അയാളുടെ നേട്ടം, മറിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതറിയണമെങ്കിൽ കുറച്ചു വർഷങ്ങൾ പിന്നോട്ടു പോകണം. ഇന്ത്യൻ ക്രിക്കറ്റിൽ 1.5 പതിറ്റാണ്ട് നീണ്ട കരിയർ, എക്കാലവും ഇന്ത്യൻ ടീമിന്റെ വൻമതിൽ. മുൻനിര താരങ്ങൾ തകർന്നടിഞ്ഞ പല മത്സരങ്ങളിലും എതിരാളികളുടെ ബൌളിംഗ് ആക്രമണം ആ മതിലിൽ തട്ടി നിന്നു. സച്ചിനും സൗരവും ഇതിഹാസമായി തിളങ്ങി നിന്ന കാലത്ത് രാഹുലും ഒപ്പമുണ്ടായിരുന്നു. എന്നും ശാന്ത സ്വഭാവക്കാരനായ താരം, ഒരു കാലത്തും വിവാദങ്ങളുടെ ക്രീസിൽ ബാറ്റ് ചെയ്തിട്ടില്ല. ടീമിന്റെ വിജയമല്ലാതെ മറ്റൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ക്രിക്കറ്റ് ലോകത്തിന് മറക്കാനാകാത്ത ദ്രാവിഡിന്റെ ഇന്നിംഗ്സുകൾ നിരവധിയാണ്. 1999 ലോകകപ്പിൽ ശ്രീലങ്കയെ തകർത്ത ദ്രാവിഡ് ഗാംഗുലി കൂട്ടുകെട്ട്, സച്ചിനൊപ്പം ചേർന്ന് ന്യൂസിലൻഡിനെ നിലംപരിശാക്കിയ ദ്രാവിഡ്, കൊൽക്കത്തയിൽ സ്റ്റീവോയെ പരാജയപ്പെടുത്തുമ്പോൾ ലക്ഷ്മണിനൊപ്പം ഹീറോയായ താരം. ഇതൊക്കെ ക്രിക്കറ്റ് ലോകത്ത് ആർക്കെങ്കിലും മറക്കാനാകുമോ? ആദ്യമായി വൻമതിലിന് വിള്ളൽ വീണു. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിലെ നാണം കെട്ട തോൽവി, നായകസ്ഥാനം ഉപേക്ഷിച്ച വർഷം, പിന്നാലെ മോശം ഫോം, ടീമിന് പുറത്ത്. പക്ഷേ വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ യുവനിര തകർന്നപ്പോൾ സെലക്ടർമാർ ദ്രാവിഡിനെ വിളിച്ചു വരുത്തി. 2012 ഇന്ത്യൻ ടീമിനെ അടുത്ത തലമുറയ്ക്ക് കൈമാറി അയാൾ വിരമിച്ചു. 1.5 പതിറ്റാണ്ടിനൊടുവിൽ ഒരു ലോക കിരീടവുമില്ലാതെ അയാൾ നീലക്കുപ്പായം അഴിച്ചുവെച്ചു. ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ പരിശീലകനായി രണ്ടാം വരവ്. പൃഥ്വി ഷാ, ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ഹനുമ വിഹാരി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരെല്ലാം ഭാവിയുടെ താരങ്ങൾ എന്നറിയപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. കരിയറിലെ നിർണായക പ്രകടനത്തിന് ഇവരെല്ലാം നന്ദി പറഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വൻമതിലിനോടാണ്. പ്രതിരോധ ക്രിക്കറ്റ് താരമെന്ന വിമർശനങ്ങൾ നേരിട്ട ദ്രാവിഡ് 2020യുടെ വെടിക്കെട്ട് മാത്രം അറിയാവുന്ന താരങ്ങളെ മികച്ച ബാറ്റർമാരാക്കി മാറ്റി. ദ്രാവിഡിന്റെ ശിക്ഷണത്തിന് കീഴിൽ നിന്ന് മാറിയപ്പോൾ പഠിച്ച പാഠങ്ങൾ പലരും മറന്നു. 2021 ദ്രാവിഡ് ദേശീയ ടീമിന്റെ പരിശീലകനായി. 2.5 വർഷം പരിശീലന കാലയളവ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോറ്റു. ഏകദിന ലോകകപ്പ് ഫൈനലിലും തോൽവി. എങ്കിലും മോശം പ്രകടനം നടത്തിയ ചില താരങ്ങൾ ബാറ്റിംഗ് വിസ്ഫോടനം നടത്തിയത് ഇക്കാലയളവിലായിരുന്നു. അതിൽ ഏറെ പ്രാധാന്യം വിരാട് കോഹ്ലിയുടെ മടങ്ങിവരവായിരുന്നു. 3 വർഷത്തെ സെഞ്ചുറി ദാരിദ്ര്യം അവസാനിപ്പിച്ച് റൺ മെഷീൻ വീണ്ടും സ്കോറിംഗ് തുടങ്ങി. ഇക്കാലത്തും എല്ലാത്തിനുമൊടുവിൽ കാലം ദ്രാവിഡിനായി കരുതിവെച്ച ദിവസമെത്തി. 17 വർഷം മുൻപ് തലകുനിച്ചു മടങ്ങിയ മണ്ണ്. അവിടെ തന്നെ അയാളുടെ തന്ത്രങ്ങൾ ത്രിവർണ്ണ കൊടി പാറിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിനൊപ്പം ദ്രാവിഡ് തലയുയർത്തി മടങ്ങുന്നു.